SKSSF സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി ആദർശ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജമാഅത്തിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് SKSSF ഈ ആദർശ സമ്മേളനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി SKSSF മുക്കം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം മറ്റന്നാൾ ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് മുക്കത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പത്രസമ്മേളനമാണ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി സംസ്ഥാന ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കെ മൗലൂദ് മാഷ് ഷെയ്ഖാണ് ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഉസ്താദ് മാഷ് മുത്തുവാറ, അതുപോലെ തന്നെ SKSSFിൻ്റെ മുഖ്യ മേഖല പ്രസിഡന്റ് ഫൈസൽ കൂരാളി എന്നിവരാണ് സമിതികൾ വിവരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മൗലൂദ് മാഷ് ഷെയ്ഖ്. പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഈ പത്രസമ്മേളനം വിളിച്ച പശ്ചാത്തലം ബഹുമാന്യായ സലാം ഫൈസി മുക്കം ഇവിടെ സൂചിപ്പിച്ചു. വിശദമായ കാര്യങ്ങളൊക്കെ മുസ്തഫ പറയും. ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ സലാം ഫൈസി പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് 14 പോഷകഘടകങ്ങളാണ് ഉള്ളത്. അതിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പോഷകഘടകമാണ് വിദ്യാർത്ഥികളുടെ സംഘടന SKSSF. സംസ്ഥാന വ്യാപകമായി 3 മാസക്കാലമായി ഒരു ക്യാമ്പയിൻ ആചരിച്ചു വരികയാണ്. ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് മുക്കം മേഖല SKSSF കമ്മിറ്റി മറ്റന്നാൾ മുക്കത്ത് വെച്ച് ഒരു ആദർശ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റ് മേഖലയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുക്കത്ത് നടത്തുന്ന മേഖലാ സമ്മേളനത്തിൽ പ്രത്യേകമായ ഒരു പ്രമേയം കൂടി ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. SKSSF ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ആദർശം അമാനത്താണ് എന്ന പൊതു പ്രമേയത്തോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി എന്ന ടൈറ്റിൽ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്നത് പ്രത്യേകമായി ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ അകത്തും പുറത്തും നടക്കുന്ന ആദർശ സമ്മേളനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ആദർശ സമ്മേളനമാണ് മുക്കത്ത് നടക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം ജമാഅത്തെ ഇസ്ലാമി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുക്കത്ത് ഒരു ജില്ലാ തലത്തിലൊരു സമ്മേളനം നടത്തി. സമൂഹത്തിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായി തന്നെ നവീന ചിന്താഗതിക്കാരും അതോടൊപ്പം പുത്തനാശയക്കാരും പ്രതിരോധിക്കുക, ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുക എന്ന താല്പര്യത്തിനാണ്. അതിൻ്റെ ഭരണഘടന 1ഉം 2ഉം പ്രയോറിറ്റി നൽകിയിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രധാനമായി ഊന്നി പറഞ്ഞതാണ്. അപ്പോൾ സമൂഹത്തിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പുതിയ കപട മുഖം സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലി അടുത്ത കാലത്തായി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിലായി നേരത്തെ ബൈത്തു സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക രംഗത്ത് അവർ ആവിഷ്കരിച്ച പദ്ധതി നേരത്തെ ഉള്ളതാണ്. അത് കുറച്ചുകൂടി വ്യാപിച്ചുകൊണ്ട് വിശ്വാസികളെ ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട് അതിനെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി കൂടി അവർ വ്യാപകമായി ആവിഷ്കരിച്ച ഒരു സാഹചര്യത്തിലാണ്. അതുൾപ്പെടെ അവരുടെ രാഷ്ട്രീയ മേഖല അതോടൊപ്പം അവർ വിശ്വാസ വൈകല്യങ്ങളെല്ലാം തന്നെ തുറന്നു കാണിച്ചുകൊണ്ട് മുക്കം മേഖലയിൽ വളരെ ശക്തമായ ഒരു സമ്മേളനം മറ്റന്നാൾ അതുകൂടി ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആശയവൈകല്യങ്ങളൊക്കെ ബഹുമാന്യമായ മുസ്തഫ കാര്യങ്ങളോട് സൂചിപ്പിക്കും. ഇനി എന്തെങ്കിലും നിങ്ങൾ അനുബന്ധമായി എന്തെങ്കിലും സ്പഷ്ടീകരണം വരുത്തണമെങ്കിൽ നമുക്ക് ചർച്ചയിലൂടെ ആവാം. ഇതാണ് ആമുഖമായി പറയാനുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷിക മഹാസമ്മേളനം 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ കാസർഗോഡ് കുണിയ എന്ന് പറയുന്ന പ്രദേശത്ത് നടത്തുകയാണ്. ഏതാണ്ട് 800 ഏക്കർ സ്ഥലം അതിനുവേണ്ടി കണ്ടെത്തുകയും എല്ലാവിധ സൗകര്യങ്ങളും അവിടെ സജ്ജീകരിക്കാം എന്ന് ആ പ്രദേശത്തുകാർ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത 100ാം വാർഷിക മഹാസമ്മേളനം അതൊരുറ്റുനോക്കുന്ന ലോകം ഒരുപക്ഷെ കാത്തിരിക്കുന്ന ഒരു സമ്മേളനമാണ്. സമസ്തയുടെ 100 വർഷത്തെ പാരമ്പര്യം ഒരു കുടക്കീയിൽ അത് സ്മരിക്കപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനവും സമ്മേളന രൂപമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ നേതാക്കൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് വലിയ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമ്മേളനമായി സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം മാറും. ഒട്ടേറെ പദ്ധതികളാണ് അതിൻ്റെ ഭാഗമായി സമസ്ത ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം തന്നെ വിശദമായി പിന്നീട് പറയും. സമസ്തയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോഷകഘടകത്തിൻ്റെ ഒരു ആദർശ ക്യാമ്പയിൻ എന്നുള്ള SKSSFിൻ്റെ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. നിങ്ങളെവരെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം ഒരിക്കൽ കൂടി സ്വാധീനം മുക്കത്തെ മാധ്യമപ്രവർത്തകർ സമസ്തയുമായി ഏകിച്ചേർന്ന് സംസ്ഥയുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുന്നവരും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നവരും ഗുണകാംക്ഷികളുമാണ് എന്നറിയാം. അതുകൊണ്ട് ഈ സമ്മേളനത്തിനും വലിയ പിന്തുണയും സഹായവും സഹകരണവും
നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മുസ്തഫാൻഷി പറയും. ഇത്രയും മാത്രം സൂചിപ്പിക്കുന്നു. ഇപ്പോൾ SKSFൻ്റെ കീഴിൽ നടക്കാൻ പോകുന്ന മുക്കത്തെ ആ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലം ബഹുമാനപ്പെട്ട മോനിക്കുട്ടി മാഷോട് സൂചിപ്പിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 27% വരുന്ന മുസ്ലിം സമുദായത്തെ ബഹുഭൂരിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന, സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത ജമിയത്തുൽ ഉലമ. കേരള മുസ്ലിങ്ങളിലെ ഒരു 90% സുന്നികളായ ആളുകളാണ്. അത് കേരളത്തിലെ 3-4 സുന്നി സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് സമസ്ത ജമിയത്തുൽ ഉലമ. 100 വർഷം പൂർത്തിയാവാൻ അതിൻ്റെ സമ്മേളനം നടക്കാൻ പോകുന്നു. സമസ്ത ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ 1920-25 കാലഘട്ടങ്ങളിലുണ്ടായ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസരംഗത്ത് വികലമായ ചില ചിന്തകളുമായി ചില ആളുകൾ കടന്നു വന്നപ്പോൾ, പ്രത്യേകിച്ച് വഹാബി പ്രസ്ഥാനം കടന്നു വരികയും അതോടൊപ്പം തന്നെ തുടർന്ന് പിന്നീട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വരികയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് അതിനെ പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി സമസ്ത ജമിയത്തുൽ ഉലമ രൂപപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിനിടയിൽ ഈ പ്രത്യേക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ വികലമായ വാദങ്ങളും നേരത്തെ കടന്നു വന്ന പ്രസ്ഥാനം ഒന്നുകൂടി സജീവമായി സമുദായത്തിനകത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി. ആ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥമായ സുന്നി ആശയം എന്താണ് എന്ന് പറഞ്ഞാൽ, സുന്നി ആശയം എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയം. അതിൻ്റെ വള്ളി പുള്ളി വിടാതെ അത് പാരമ്പര്യമായി പിന്തുടർന്നു പോരുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും പൊതുസമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ തെറ്റായി ധരിക്കുന്ന വിധത്തിൽ സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിലെ ചില സംഘടനകളുടെ നിലപാടുകൾ കാരണം ഉണ്ടായിട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അതൊക്കെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇത് ഇവിടെ നമ്മുടെ മുക്കത്ത് മാത്രമല്ല, കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ 10,000 പങ്കെടുത്തുകൊണ്ടുള്ള വലിയ വലിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അതായത് ഇസ്ലാമിൻ്റെ തനതായ രൂപം എന്ത് എന്ന് പൊതുസമൂഹത്തിന് ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തുക. കാരണം ഇസ്ലാം ഇന്ന് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രത്യയശാസ്ത്രം, നമ്മുടെ കേരളത്തിൽ പോലും വളരെ ശാന്തമായി ഒഴുകിയിരുന്ന ഒരു കേരളത്തിൽ പോലും പരസ്പരം വൈരവും ശത്രുതയും ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനത്തിൻ്റെ മതമാണ്. അതിനെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത്. സുന്നികൾ എന്ന് പറയുന്നത് ആ പാരമ്പര്യമായ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടപ്പോൾ സമൂഹം പൊതുവിൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അതും കൂടി ഞങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമ്മേളനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെ തൊട്ട് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനം നടന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് ആ പ്രസംഗത്തിൽ സുന്നി പ്രസ്ഥാനത്തെ എവിടെയും അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്. തീർത്ത് CPM ആയിരുന്നു അതിൻ്റെ മുഖ്യ അജണ്ടയായിട്ട് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് അത് മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾക്കും പറയാനുണ്ട് എന്നുള്ളൊരു മറുപടി രൂപേണ ഒരു സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരാനുണ്ടായ കാരണം എന്താണ്? അല്ല, മൊത്തത്തിൽ പ്രത്യേക പശ്ചാത്തലത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെ, മുക്കത്തിന് പ്രത്യേക പശ്ചാത്തലം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. മുക്കവും കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേക പശ്ചാത്തലമായ ഒരു പശ്ചാത്തലമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പ്രദേശം എന്നാലും ഇവിടുത്തെ ഭരണ രംഗങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്കുള്ള പ്രത്യേക പശ്ചാത്തലമുണ്ട്. അതവിടെ സൂചിപ്പിച്ചത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ വികലമാക്കുന്നതിൽ ഇവിടെ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിച്ചത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ്. തെറ്റുധാരണ പൊതുസമൂഹത്തിന് സമർപ്പിച്ചത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന പരിഷ്കരണവാദി, ഇസ്ലാമിൽ 2 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്നു. അവിടെ നിന്നുകൊണ്ട് കടന്നു വന്ന പരിഷ്കരണവാദം കേരളത്തിൽ കൊണ്ടുവരികയും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പുതിയ വാദവും പുതിയ ആചാരങ്ങളും പുതിയ അനുഷ്ഠാനങ്ങളും കഴിഞ്ഞ കാലങ്ങളൊക്കെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്താണ് അത് ഇവിടെ കൊണ്ടുവന്നത് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയാണ്. വഹാബിൻ്റെ ആ സിദ്ധാന്തങ്ങളും ചിന്തകളും ഒക്കെ കൊണ്ടുവന്നത് അത് സമൂഹത്തിനിടയിൽ ഏശിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കാലം അത്രയും അത് ഏശിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സമസ്ത ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നതിനും 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അവർക്ക് പേര് മറ്റൊന്നായിരുന്നെങ്കിലും അവർ രൂപീകരിക്കപ്പെടുന്നു. പക്ഷേ അവരുടെ 10, 80, 90 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കാര്യമായ വിധത്തിൽ കാലെടുത്ത് വെക്കാൻ അവർക്ക് ഇതുവരെ സാധ്യമായിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെ ജമാഅത്തെ ഇസ്ലാമി.
വളരെ കുറഞ്ഞ ഒരു 4-5% മുജാഹിദും ജമാഅത്തും കൂടി മൊത്തം എടുത്താൽ കേരള മുസ്ലിങ്ങൾക്കിടയിലുള്ളത്. 5%-ലധികം പോകില്ല. പക്ഷേ നിലവിലെ പ്രത്യേക സാഹചര്യം ഉപയോഗപ്പെടുത്തി സമുദായത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും വഹാബി പ്രസ്ഥാനവും നടത്തുന്നുണ്ട് എന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടി ഞങ്ങളുടെ ഈ പ്രതിരോധത്തിനുണ്ട്. അത് ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. അത് മുക്കത്ത് മാത്രമല്ല, മൊത്തത്തിൽ തന്നെ ഞങ്ങൾ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ മുക്കത്തെ ഈ സമ്മേളനത്തിൽ വരുന്നത് മുക്കത്തെ ഒരു സമ്മേളനം നടന്ന പശ്ചാത്തലം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഇതുവരെ ഇതപര്യന്തമുള്ള അവരുടെ നിലപാട് എന്താണ്? അവർ ജനാധിപത്യത അംഗീകരിച്ചിട്ടുണ്ടോ? മതേതരത്വം അംഗീകരിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സർക്കാർ ജോലി പോലും എടുക്കാൻ പാടില്ല എന്ന നയം സ്വീകരിച്ച ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ അവർ പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുക്കം പശ്ചാത്തലത്തിൽ പൊതുസമൂഹം കൂടി ഇത് അറിയേണ്ടതുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറാനുള്ള ശ്രമം മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിനിടയിലും അവർ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിനെ ഇത്രയേറെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ പ്രധാനമായ പങ്കുവഹിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ പോലും അതിൽ വലിയ പങ്കുവഹിച്ച് ജമാഅത്തെ ഇസ്ലാമിയാണ്, വഹാബി പ്രസ്ഥാനമാണ്. അപ്പോൾ അത് നിങ്ങൾ തുറന്നു കാട്ടുക. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെ ഞങ്ങൾ പ്രത്യേകിച്ചുകൊണ്ട് ഈ സമ്മേളനം നടന്ന പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രമേയത്തിന് കൂട്ടിച്ചേർത്തത്. അതായത് ആദർശം അമാനത്താണ്. അതോടൊപ്പം ഞങ്ങൾ ഈ കാര്യം ഒന്ന് ഊന്നി നൽകിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെടും. അതോടെ 1948 ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകി 1977 വരെ അത്രയും ദീർഘമായൊരു കാലഘട്ടത്തിൽ അവർ ഇന്ത്യൻ ജനാധിപത്യത്തോടൊപ്പമായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. വോട്ട് ചെയ്യൽ ശിർക്കാണ്. താവൂത്തി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് ശമ്പളം വാങ്ങുന്നത് ശിർക്ക, ഇസ്ലാമികമല്ല, ഇസ്ലാമിന് അനുവദനീയമല്ല എന്നുള്ളതായിരുന്നു ഒരു സിദ്ധാന്തം. പിന്നെ 1970 അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുകയും അവരുടെ നേതാക്കളെ കൂട്ടിലാക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പിന്നെ അവർക്ക് തോന്നി ഇത് ഇന്ത്യൻ ജനാധിപത്യത്തോടൊപ്പം സഹകരിച്ചില്ല, ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന രീതിയിലാണ് പിന്നെ 77 മൂല്യാധിഷ്ഠിത സ്ഥാനാർത്ഥികൾക്ക് മൂല്യം നോക്കി വോട്ട്. അന്ന് കുട്ടികളെ കളി ആക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഓരോ സ്ഥാനാർത്ഥിക്കും മൂല്യം, ആർക്കാണോ മൂല്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന മൂല്യമല്ല, അവരാരെയാണോ സഹായിക്കുന്നത് അവർക്ക് മൂല്യം കാണുക എന്നായിരുന്നു. വലിയ കളിയാക്കലുണ്ടായിരുന്നു. അന്ന് മൂല്യം നോക്കി വോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചു 1977. പിന്നെ 1985 അവരെന്ത് ചെയ്തു? അവർ പിന്നെ ഈ മൂല്യ വോട്ടിന് ശേഷം 2015 ഡയറക്റ്റായിട്ട് അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അങ്ങനെ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടുത്തി വെൽഫെയർ പാർട്ടിയിലൂടെ പൊതുസമൂഹത്തിൽ കടന്നു കയറാനുള്ള ഒരു തന്ത്രമായി മാറി. അടിസ്ഥാനപരമായ സൈദ്ധാന്തികത്വത്തിൽ നിന്ന് അവർക്കൊരു മാറ്റം ഇതുവരെ വൃത്തിയായിട്ട് അവരുടെ സമൂഹത്തോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് APEK സംഘടനകൾ തമ്മിൽ ആശയപരമായിട്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പൊതുസമൂഹത്തിൽ മൈക്ക് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രസംഗങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അതും ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഇടയാക്കൂലേ? പരസ്പരം ചീത്ത പറയാ, ചെളിവാരി അറിയാ, പിന്നെ സ്ക്രീനുകൾ വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, അത് ആശയപരമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ AP വിഭാഗം, നിങ്ങൾ പറഞ്ഞ AP വിഭാഗം, അതുപോലെ സമസ്ത, ഈ പറഞ്ഞ സംസ്ഥാന എന്നൊരു ചെറിയൊരു ഫാക്ടറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, പ്രധാനപ്പെട്ട കേരളത്തിലെ 4 മുസ്ലിം സംഘടനകളിൽ ആശയപരമായി വലിയ അഭിപ്രായ വ്യത്യാസമില്ലാത്തവരാണ്. ഒരേ നിലപാട്, സംഘടനാപരമായ വിയോജിപ്പുള്ളതാണ്. മറുഭാഗത്ത് നമ്മൾ മറുഭാഗത്ത് നമ്മൾ കാണേണ്ടത് ജമാഅത്തെ ഇസ്ലാമി KNM, അത് 4-5 ഗ്രൂപ്പ് ഏതുണ്ട്, എത്രയായാലും KNM, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ആശയപരമായി ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്ന സംവിധാനമാണ്. ഈ 2 ധാരകൾ ഇവിടെ ഉണ്ട്. ഒന്ന് വഹാബി ധാര, ഒന്ന് സൂഫി ധാര, അല്ല സുന്നി ധാര എന്ന് പറയാവുന്ന ഈ 2 വിഭാഗങ്ങൾ. അതാണ് ഇവിടെ അടിസ്ഥാനപരം. ബാക്കിയുള്ളതൊക്കെ സംഘടനാപരമായി. ഈ സംഘടനാപരമായ കാര്യങ്ങളിലൊക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വേദിയിൽ പറഞ്ഞിട്ടുണ്ടാകും, സ്വാഭാവികമാണ്. അത് ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നില്ലേ, പരസ്പരം ആരോപിക്കുന്നുണ്ടല്ലോ. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. കാരണം സുന്നികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോഴത്തെ വേദികളിലൊന്നും അത് കാര്യമായി കാണാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം. സുന്നികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ താരതമ്യേന പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കൂട്ടുകാർ പറയുന്നത്. അതേസമയം നമ്മളിപ്പോൾ കാണുന്നത് ഒറ്റക്കെട്ടായിക്കൊണ്ടിരുന്ന സമസ്തയിൽ തന്നെ പരസ്പരം ഏറ്റുമുട്ടലുകളാണ് ഇപ്പോൾ ഇവിടെ പൊതുരംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘടനാപരമായ ചില അസ്വാരസ്യങ്ങൾ സംസ്ഥയിലുണ്ട്, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെടും. അതൊന്നും ദീർഘമായി അപരിഹാര്യമായി കിടക്കൂല. അതിനൊക്കെ വേണ്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏത് നേരത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ അവിടെ തന്നെ നിലനിൽക്കല്ലേ? അല്ല, അതൊക്കെ ഞങ്ങൾ പരസ്പരം അതിപ്പോൾ രാഷ്ട്രീയ മേഖലകളിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്.
സംഘടനാ രംഗത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്. അല്ല, അതുപോലെ തന്നെയാണ്. കാരണം രാഷ്ട്രീയ മേഖലയിൽ എന്തെല്ലാം ആരോപണം പ്രത്യാരോപണം നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഗുരുതരമായ ആരോപണമൊന്നുമില്ല. ഇപ്പോൾ AK വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം എന്താ? പിന്നെ സംഘടനാപര, തികച്ചും സംഘടനാപര. ഈ നമ്മുടെ രാജ്യത്ത് ഈ പൊതുവെ മതപരമായ വിവേചനവും ശത്രുതയും വളർത്തിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നത് മുസ്ലിങ്ങളെയാണ്. അപ്പൊ ഈ മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ളവര് വ്യത്യസ്ത സംഘടനകളായി ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ സത്യത്തിൽ മതപരമായി അത് കൂടുതൽ ദുർബലമാകുകയല്ലേ ചെയ്യുക? അല്ല, ഇത് കൂടുതൽ ആക്ഷേപിക്കാനും കൂടെ അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുക? അല്ല, ഇത് നേരത്തെ, അതായത് അല്ല, സംസ്ഥ രൂപീകരിക്കപ്പെടുന്ന 1926 25 അതിൻ്റെ കൊണ്ടുണ്ട്. അന്ന് മുതലേ ഈ പരസ്പരമായ തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അന്ന് നടക്കുന്ന കാര്യമാണ്. അതിലപ്പുറം പുതുതായിട്ടൊന്നുമില്ല സംഘടനാപരമായി. അല്ല, ഇന്ത്യൻ സാഹചര്യം ഇവിടെ നമ്മൾ എന്താ പറയുക, സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതെ, ശരിയാ. ഇപ്പോ നമ്മുടെ പാണക്കാട് തങ്ങൾ ഒന്നിച്ച് വന്നപ്പോൾ നാട്ടുകാർ ആഘോഷിക്കാം, സ്വാഗതാർഹമാണ്. പറഞ്ഞിടത്തോളം എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല. അവിടെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടായി ഒറ്റപ്പള്ളിയിലാണ് പോകുന്നത്. സ്വാഗതാർഹമാണ്. ഇത് എന്തുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കൊണ്ടുവന്നുകൂടാ? അല്ല, സ്വാഗതാർഹമാണ്. അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളും പറയുന്നത് അത് തന്നെയാണ്. അല്ല, പരമാവധി തർക്കങ്ങളും വിതർക്കങ്ങളും ഒഴിവായിട്ട് ഒന്നിച്ച് വരണം. നേരത്തെ ഉള്ളൊരു സംഗതിയാണ്. പക്ഷെ നമ്മൾ പൊതുപ്രശ്നം വരുമ്പോൾ ഒന്നിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നയപരമായ കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് അല്ല, അങ്ങനെ തുറന്നാൽ ആദർശപരമായിട്ടുള്ള അത്രയേ ഉള്ളൂ. ഒരു തുറന്ന സംഘടന എന്ന് പറഞ്ഞാൽ ആദർശപരമായി അല്ലല്ല. ഇത് സമയത്ത് ഒരു മുസ്ലിം സംഘടന മറ്റൊരു മുസ്ലിം സംഘടനക്കെതിരെ അല്ല, അവിടെ പറയാം. അല്ല, നമ്മൾ ഒന്നാമത് വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ് സംസ്ഥയുടെ ജമിയത്തുൽ ഉലമയുടെ ഫസ്റ്റ് പ്രിഫറൻസ് അതാ. രണ്ടാമതാണ് മറ്റു കാര്യങ്ങളും. ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ ഭരണഘടനയിൽ തന്നെ, ഭരണഘടനയിൽ 5 ഉദ്ദേശ ലക്ഷ്യം പറയുന്നത്. യെസ്, ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെ കേരളത്തിലെ സാഹചര്യത്തിലും ഈ മുസ്ലിം സമുദായങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാലല്ലേ അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ. അതിൽ ഓരോ മനസ്സിലാണ്. പഴയ നമ്മൾ സമസ്ത രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം 920 ഇതിനേക്കാളേറെ സംഘടനയുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അവിടെ വരുന്ന ആളുകളെ ബോധവൽക്കരിക്കുക. പൊതുസമൂഹത്തിന് എങ്ങനെ മലിനപ്പെടുത്തണ്ടെന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾ ചോദിച്ചത്. അല്ല, നേരത്തെ സമസ്ത പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ 2 പരിപാടി നാളെ നടക്കുന്നുണ്ട്. CPM-ന്റെ പൊതുയോഗം ആ രീതിയിലേക്ക് തന്നെ സമുദായ സംഘടനകൾ പോകാന്ന് പറയുമ്പോഴേ അല്ല, ഇവിടെ ഈ ശൈഥില്യത്തിന് തുടക്കം കുറിച്ചത്, ഈ ശൈഥില്യത്തിന് തുടക്കം കുറിച്ചുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾ വന്നതാണല്ലോ. ആദർശപരമായി ആശയപരമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളത്. അത് ആ രീതിയിൽ കാണുക. മറ്റങ്ങൾ പറഞ്ഞാൽ പൊതുവിഷയങ്ങളുണ്ടാകുമ്പോൾ ഒന്നിക്കുന്നുണ്ട്. ഇപ്പോൾ ശരീഅത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ശംസുലമയും അബുൽ ഹസൻ അലി നദീവിലെ വീട്ടിൽ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണല്ലോ അന്ന് ഇന്ത്യ പാർലമെൻറ്റ് പ്രത്യേകമായി പാർലമെൻറ്റ് പാസ്സാക്കി നിയമം കൊണ്ടുവന്നത്. അതേ ഒരു സാഹചര്യം ഇന്നിപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഒക്കെ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്നിച്ച് പോകണം എന്നുള്ളതിന് സംസ്ഥയുടെ നയം തന്നെയാണ്. അത് ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും മാതൃകാപരമായി മിതത്വം പാലിക്കുകയും സൗഹാർദ്ദത്തിന്റെ മേഖലയിലും തങ്ങളെപ്പോലുള്ളവരുടെ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുന്ന സംവിധാനം. നമ്മൾ കൂടുതൽ ഐക്യത്തിന് വേണ്ടി തുറന്നു പറയാൻ പോകാതിരുന്നാൽ നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ ഇന്നത്തെ അന്തരീക്ഷത്തിൽ നിങ്ങൾ അടികൂടാൻ ഞങ്ങൾ കാത്തിരിക്കുക. അല്ല, നേരത്തെ സമസ്ത രൂപീകരിക്കപ്പെട്ട കാലഘട്ടം ഇതിനേറെ സങ്കീർണമായിരുന്നു. അല്ല, അന്ന് ഇതിനേക്കാൾ, കാരണം 1000 മോഡിയുടെ കരുത്തുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. 1000 മോഡിയുടെ കരുത്തുണ്ടായിരുന്നു. ആ കരുത്തുള്ള ബ്രിട്ടീഷുകാർ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് സമസ്തയുടെ ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. എന്താ രൂപീകരിക്കപ്പെടാനുള്ള സാഹചര്യം എന്താ? വിശ്വാസ സംരക്ഷണമാണ്. ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള നിലപാടുകളെ സമസ്ത അന്നും എടുത്തിട്ടുള്ളൂ, ഇന്ന് വരെ എടുത്തിട്ടുള്ളൂ. അതിനപ്പുറം എവിടെങ്കിലും തീവ്രവാദത്തിൻ്റെ പേരിൽ സമസ്തയുടെ ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഒരു എവിടേക്കെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോയിട്ട് അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തിയ മറ്റ് സംഘടന പലതും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനെതിരായിക്കൊണ്ട് എന്തെങ്കിലും ഒരു നിലപാട് ഇന്ന് വരെ സമസ്തയുടെ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരോ അതിൻ്റെ നേതൃത്വമോ സ്വീകരിച്ചായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പറയട്ടെ ഞാൻ. അതെ, അപ്പോൾ ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പിന്നെ പൊതുവേദികളിൽ ഞങ്ങൾ ഒന്നിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. സൗഹാർദ്ദ ചർച്ചയ്ക്ക് വട്ടമേശ വിളിച്ചു കൂട്ടിയൊക്കെ ഒരു പരിപാടിയിലേക്ക് നീങ്ങിക്കൂടെ?
അല്ല, അതിലുള്ള പ്രശ്നം എന്താ അറിയോ? നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും വഹാബി പ്രസ്ഥാനവും ഇക്കാലം അത്രയും ഇല്ലാത്ത വിധത്തിൽ സമുദായ പ്ലാറ്റ്ഫോമിലേക്ക്, പ്രത്യേകിച്ച് സുന്നി മഹലുകളിലേക്ക് പോലും കയറിക്കൊണ്ടുവന്ന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നതിനെ കുറിച്ചുകൊണ്ട് കൃത്യമായ ബോധവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞങ്ങൾ അത് സംബന്ധമായി പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നു, ഞങ്ങളുടെ മഹല്ലുകളിലേക്ക് നുഴഞ്ഞു കയറുന്നു. അപ്പോൾ അല്ല, ഞങ്ങൾ മതിയാവില്ല. ഇതെന്താ പറയുക, പൊതുസമൂഹത്തിലേക്കും ഇവർ കടന്നു കയറുകയാണ്. പൊതുസമൂഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നേരാൻ വേണ്ടി അതെ എന്നാൽ സുന്നി സംഘടനകൾ അത് പാടില്ല എന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ജമാഅത്തിനോടുള്ള സമസ്തയുടെ SKSF-ന്റെ ഒരു നിലപാട് എന്താണ്? ആ വിഷയത്തിലുള്ള പബ്ലിക് കൊടുക്കാമെന്നാണോ കൊടുക്കേണ്ട എന്നാണോ? അല്ല, ബൈത്തുൽ സക്കാത്ത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ സമസ്തകളെ ജമിയത്തുൽ ഉലമ എതിർക്കുന്ന 2 കാരണങ്ങളെ കൊണ്ടാണ്. 2 പ്രധാന കാരണങ്ങൾ. ഒന്ന്, സമസ്തയുടെ അടിസ്ഥാന ലക്ഷ്യമായ ആശയ സംരക്ഷണം. അതായത് വികലമായ വിശ്വാസവുമായി കടന്നു വരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആ അർത്ഥത്തിൽ ആശയ സംരക്ഷണത്തിന് വേണ്ടി സമസ്ത അന്ന് മുതൽ ഇന്ന് വരെ 1941 അവരെ കേരളത്തിൽ രൂപപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ചേർത്ത് നിന്നിട്ടുണ്ട്. അത് ആശയ സംരക്ഷണമാണ്. എന്തൊരു പ്രസ്ഥാനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ ആശയവും ആദർശവുമാണ്. അതിൽ വെള്ളം ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നത് വിശ്വാസ സംരക്ഷണത്തിനാണ്. 2, ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ എതിർക്കാനുള്ള കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മുസ്ലിം സമുദായത്തിന് അപകടമാണ്. അത് വലിയ പരിക്ക് സമുദായത്തിന് ഇക്കാലം അത്ര ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിയും ഉണ്ടാക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല, അവര് മൗദൂദി സാഹിബിനെ തള്ളിപ്പറഞ്ഞു. അത് പറയാം, മൗദൂദി സാഹിബിനെ അവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, സംഗതി ശരിയാ. പക്ഷേ ഇന്നും അവരുടെ പുസ്തകങ്ങളിൽ ആ മൗദൂദി സിദ്ധാന്തം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മതേതരത്വം അവരെ അംഗീകരിക്കൂല, ജനാധിപത്യം അവരെ അംഗീകരിക്കൂല, പിന്നെ സർക്കാർ ജോലി ഇതുവരെ പറ്റൂല എന്നായിരുന്നു, ഇപ്പം ജോലി കയറുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ഭാഗം അവിടെയാണ് നേരത്തെ ആ ചോദിച്ച ചോദ്യം പ്രസക്തമായിട്ടുള്ളത്. ബൈത്തുൽ സക്കാത്ത് കടന്ന് സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് അകത്ത് കടന്നിട്ട് വിശ്വാസപരമായി സുന്നികൾക്കിടയിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ തെറ്റായ വിധത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം പ്രകടമായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബൈത്തുൽ സക്കാത്ത്. ബൈത്തുൽ സക്കാത്ത് ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, സുന്നി സംഘടനകളെ സംബന്ധിച്ചോ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിന് ചില പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ട് നേടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തെ ഞങ്ങൾ അപകടകരമായി കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബൈത്തുൽ സക്കാത്ത്. അപ്പോൾ ഇതിൻ്റെ വിശ്വാസ സംരക്ഷണമാണ് ഞങ്ങളുടെ പ്രധാനം. അറിയിക്കും തീർച്ചയായിട്ടും. അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പോലും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമുണ്ട്, അതിനപ്പുറം പോകാൻ പാടില്ല. ഈ നമ്മുടെ ഇന്ത്യ കേരളം എന്നൊക്കെ പറയുന്നത് പരസ്പരം മതങ്ങൾ സൗഹൃദവും സ്നേഹവും പങ്കുവെച്ച് പോകുന്നതാണ്. ഇവിടെ തീവ്രവാദി ഉണ്ടാകാൻ പാടില്ല, ഇവിടെ ഒരു ഭീകരവാദി സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. NDF എന്ന് പറയുന്ന പ്രസ്ഥാനം വന്ന സമയത്ത് അതിനാദ്യമായി ചെറുത്ത് നിന്നത് ഞങ്ങളാണ്, സമസ്തയാണ്. അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ SKSF ആണ് അതിനെതിരെ ആദ്യമായി നിലപാട് സ്വീകരിച്ചത്, NDF എന്ന് പറയുന്ന സംഘടന. കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യ സാഹചര്യത്തിൽ അത് വലിയ പരിക്ക് സമുദായത്തിനുണ്ടാക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ രാഷ്ട്രീയ നിലപാടിനോടും ഞങ്ങൾ ശക്തമായി എതിർപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ ആദർശത്തിന് വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബിസാണ് കൊണ്ടുവന്നത്. ശരിക്കും ഈ ക്യാപ്ഷനിൽ വഹാബിസം ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് പറയാനുണ്ട് എന്നല്ലേ പറയുന്നത്? അല്ല, അതിൽ എന്താ പറയുക, അത് ഇവിടെ സമ്മേളനം നടന്നല്ലോ. അല്ല, ആദർശത്തിന് തുടക്കത്തിൽ വിള്ളൽ മുജാഹിദാണ്, വഹാബി ആശയാണ്. വഹാബി ആശയം ഉണ്ടാക്കി തീർച്ചയായിട്ടും. അല്ല, 2 സമുദായം ഉദ്ദേശിച്ചത് നിങ്ങൾ വഹാബി പിന്നെ ജമാഅത്ത് രണ്ടല്ലേ ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തിൻ്റെ സമ്മേളനത്തിൽ നടന്നൊരു പാശ്ചാത്തലം മൊയ്ൻകുട്ടി മാഷ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനം ഇവിടെ നടന്ന പാശ്ചാത്തലം. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ ആ പ്രമേയം മാത്രം അതിലേക്കൊന്ന് സപ്പോർട്ട് ചെയ്ത്. പക്ഷേ ഉള്ളടക്കത്തിൽ പിന്നെ ആദർശ അമാനത്താണ് എന്നതിൽ ഈ 2 വിഷയങ്ങൾ, 2 മാത്രമല്ല, തബ്ലീഗ് ജമാഅത്ത് സമുദായത്തിനകത്തുള്ള
പുതിയ ഈ വഹാബി ആശയം ഉൾക്കൊള്ളുന്ന എല്ലാ വിഭാഗവും അതിൽ ഉൾക്കൊള്ളും. ആദർശ അമാനത്താണ്. പ്രത്യേകിച്ച് ഞങ്ങളത് സ്പെസിഫൈ ചെയ്യാനുണ്ടായ കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനം, ജില്ലാ സമ്മേളനം ഇവിടെ നടന്ന പശ്ചാത്തലത്തിലാണ്. അല്ല, അത് ശരി. പക്ഷെ നിങ്ങൾക്ക് ഈ ആദർശത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സമസ്തയുടെ പരിപാടികൾ എന്ന് പറയുമ്പോൾ അതിനെ ആ വിശ്വാസം ആദർശത്തെ നിങ്ങൾ പ്രതിരോധിക്കുന്നതിൽ തന്നെ ഈ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ സമസ്തക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അതൊക്കെ പരിഹരിക്കപ്പെടും. അതൊന്നും ദീർഘകാലം രണ്ട് ദിവസം മുമ്പ് വരെ ഇവിടെ മുക്കത്ത് വരെ സമസ്തയിലുള്ള ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതായിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സംഘടനയാകുന്ന സമയത്ത് സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതൊക്കെ പരിഹരിക്കപ്പെടും. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ ശുഭപ്രതീക്ഷയിലാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും മുക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചില പോക്കറ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സംഘടനയുടെ നിലപാടെന്തായിരിക്കും? അവരുടെ സ്ഥാനാർത്ഥികളാണെങ്കിൽ അതും UDF-ന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അല്ല, UDF LDF എന്ന് അതിൽ നമ്മൾ തിരിക്കേണ്ടതില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ശത്രു എന്ന് പറയുന്നത്, സംഘടനാപരമായി ശത്രു എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും. അത് UDF LDF എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ഇവിടെ LDF നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് മുക്കം മുനിസിപ്പാലിറ്റിയിൽ സഹകരിച്ച് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് UDF-ഉം കൂടി സഹകരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് LDF UDF എന്നൊരു നോക്കേണ്ടതില്ല. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തുകൊണ്ടേയിരിക്കും. അത് വഹാബി പ്രസ്ഥാനമാണ്. അത് സുന്നത്ത് ജമാഅത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ അവരേത് വേഷത്തിൽ വന്നാലും ഞങ്ങൾ അതിനെ ചുരുക്കും, തുറന്നു കാണിക്കും. അത് ആരെ കൂടാന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല.